വേറെന്ത് വിശേഷം പറയേണ്ടത്? താങ്ക്സ് ഫോർ കമ്മിങ് ഗൈസ്. നിങ്ങൾ വരുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല കേട്ടോ. സോ സോറി. വി ഡിഡ്ന്റ് റിയലി എക്സ്പെക്ട് ദിസ്. നമ്മള് പേഴ്സണൽ ആയിട്ട് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രൈവറ്റ് ആയിട്ടാണ് വെക്കാനായിട്ട്. പേരെന്താ ചോദിക്കുന്നത്? അത് ആ കഥ കുറച്ചൊരു പേഴ്സണൽ ആയിട്ട് വെക്കാനാണ് ഞങ്ങൾ തീരുമാനം. ബട്ട് അറ്റ് സം പോയിന്റ് നമ്മൾ റിവീൽ ഒരു ഇന്റർവ്യൂലൂടെ പറയാം നമുക്ക്. ഇല്ല, ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളത് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പൊ അതൊരു ഇന്റിമേറ്റ് ഇവന്റ് ആയിട്ടാണ് നമ്മൾ നടത്തിയതുമല്ല. അപ്പൊ അതുകൊണ്ടാ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും അറിയിക്കാതെ ഒന്ന് നടത്തിയത്. പക്ഷേ നമുക്കൊരു പേഴ്സണലായിട്ട് ഇന്റിമേറ്റ് ആയിട്ടൊരു ഇവന്റ് വേണം എന്ന് തോന്നിയത് കൊണ്ടാണ്. അങ്ങനെ ആദിത്യം ഒരു ഇച്ചിരി പേഴ്സണലായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് അല്ലടാ, ഞാൻ സെലിബ്രിറ്റി അല്ല. ഹി ഈസ് നോട്ട് യൂസ്ഡ് ടു ഓൾ ദിസ് ഓൾസോ. പക്ഷെ അതുകൊണ്ട് ആദ്യം എല്ലാരെയും കൂടെ കണ്ടപ്പോ ഇച്ചിരി പേടിച്ചു. പിന്നെ ഓക്കെ. അതെല്ലാം നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. പോരെ, നമ്മള് രജിസ്റ്റർ മാരേജ് ആണ് ചെയ്തത്. ലീഗലി അത് മതിയല്ലോ. അപ്പൊ രജിസ്റ്റർ മാരേജ് ആണ് ചെയ്തത്. കോസ്റ്റ്യൂം ഇത് എന്റെ അമ്മയാ ചെയ്തേക്കുന്നത്. എന്റെ അമ്മ ചെയ്തിരിക്കുന്ന സംഭവമാണ്. ഡിസൈൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി, ലാല റിലേഷൻസിലെ ലക്ഷ്മിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓർണമെന്റ്സ് ഗിരിപൈ ജ്വല്ലറി എന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ മേക്കപ്പ് ശ്രീലക്ഷ്മി ആയിരുന്നു. ആദിത്യയുടെ കോസ്റ്റ്യൂം മെൻ ഇൻ ക്യൂ എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. എന്തോ പ്രേക്ഷകരോട് എന്താ, ഒരുപാട് സന്തോഷം. ഇനി 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 ഇത് ഞാൻ ഏതായാലും പാട്ടൊന്നും നിർത്താൻ പോകുന്നില്ല. ഫുൾ ടൈം പാട്ടിൽ തന്നെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പതിവുപോലെ പാട്ട് പരിപാടികളൊക്കെ കാണാം. കല്യാണം കഴിച്ചൊരു ചെറിയൊരു മിസ്സിൽ നിന്നൊരു മിസ്സസ് ആയെന്ന് മാത്രമേ വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും. പുതിയ പ്രോജക്റ്റ് ഇപ്പൊ ലാസ്റ്റ് റിലീസായ പാട്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ പടത്തില് ഓശാന എന്ന് പറഞ്ഞ പടത്തിലെ ഒരു പാട്ടാണ് റിലീസായത്. പിന്നെ നമ്മുടെ ഒറിജിനൽസ് വരുന്നുണ്ട്. പിന്നെ എന്റെ ബാൻഡിന്റെ ഷോസ് നടക്കുന്നുണ്ട്. അഞ്ജു ജോസഫ് ലൈവിന്റെ പ്രോജക്ട്സ് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാ നടക്കുന്നത്. യെസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇത് ഇച്ചിരി ബിസി പീരീഡ് ആണല്ലോ, നമ്മുടെ സീസൺ ടൈം ആണല്ലോ. അതുകൊണ്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് ആക്ച്വലി നമ്മളെ 300 കൗണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ഒന്ന് ലക്ഷ്മിയായിട്ടൊന്ന് ഡീൽ ചെയ്യോ? നമ്മള് കൗണ്ട് ഇത്രയും ഉണ്ടായിരുന്നത് കൊണ്ടാട്ടോ. സോ സോറി. താങ്ക് യു.